ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് HP-യുടെ ഒരു പ്രിൻ്ററാണ്. ഈ NV ഫോട്ടോ 6234 ആണ് ഇതിൻ്റെ മോഡൽ നമ്പർ. പ്രിൻ്റ്, സ്കാൻ, കോപ്പി, ഫോട്ടോ പ്രിൻറ്റിങ് എല്ലാം അടങ്ങിയ ഏകദേശം 10,000 രൂപ വില വരുന്ന ഒരു പ്രിൻ്ററാണിത്. നമ്മളൊരു പ്രിൻ്റർ മേടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഏറ്റവും ഒരു വീടിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർ ഏറ്റവും ഐഡിയലായിട്ടുള്ള ഒരു പ്രിൻ്ററാണ്. HP-യുടെ പ്രിൻ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കോസ്റ്റ് എഫക്റ്റീവാണ്. അതായത് വിലക്കുറവിൽ നമുക്ക് പല പ്രിൻറ്റും എടുക്കാൻ പറ്റും. നമുക്കിതൊന്ന് തുറക്കാം. ഇതിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ വയർലെസ് ആണ്. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണെ അല്ലെങ്കിൽ ആപ്പിൾ ഫോണെ കണക്ട് ചെയ്യാം. പ്രിൻ്റ്, സ്കാൻ, കോപ്പി അല്ലെങ്കിൽ ഫോട്ടോ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഇൻസ്റ്റൻറ്റ് ഇങ്ക്, അതുപോലെ തന്നെ ടച്ച് സ്ക്രീനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ HP സ്മാർട്ട് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലോട്ട് കണക്ട് ചെയ്തിട്ട് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് മൊബൈലിനകത്തുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇപ്പോൾ പ്രിൻ്റ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്കാൻ ചെയ്യുന്നതും ഇത് വളരെയധികം ഉപകാരപ്രദമാണ്. നമുക്കിതൊന്ന് തുറക്കാം. നമ്മളിതിൻ്റെ അത് തുറന്നു. ഇതിൻ്റെ ഇങ്കാണ്. രണ്ട് ഇൻസ്റ്റൻറ്റ് ഇങ്കിൻ്റെ ബോട്ടിലുണ്ട്. ഇതിൻ്റെ ഡയറക്ഷൻ ഫോർ യൂസ്, ഇതിൻ്റെ കൂടെയുള്ള ചാർജറും കാര്യങ്ങളൊക്കെ. നമുക്കിതൊന്ന് പുറത്തെടുക്കാം. നമ്മളത് കാർഡ്ബോർഡിനകത്ത് പുറത്തെടുത്ത് വെച്ചു. HP ഇൻസ്റ്റൻറ്റ് ഇങ്ക് 7 മന്ത് ട്രയലും ഇതിൻ്റെ കൂടെ ഓഫറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ പുറത്തെ കവറിങ് ഒന്ന് മാറ്റാം. ആദ്യമായിട്ട് നമുക്കിതിൻ്റെ മുകളിലത്തെ ഭാഗം തുറക്കാം. മുകളിലത്തെ ഭാഗം തുറന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലൊന്ന് പിടിക്കാം. നമ്മളിത് തുറന്നു വെച്ചു. ഇവിടെയാണ് ഇങ്ക് വെക്കേണ്ടത്. നമ്മൾ ആ ഭാഗത്തെ ടേപ്പൊക്കെ ഒന്ന് ഊരുകയാണ്. നമ്മൾ ടേപ്പ് ഇതിൻ്റെ ഊരിക്കളഞ്ഞു, കാണാൻ പറ്റും. ഇവിടെയാണ് നമുക്ക് ഇങ്ക് വെക്കേണ്ടത്. നമുക്ക് ഇങ്കൊന്ന് വെക്കാം. നമ്മളിതിൻ്റെ പവർ സപ്ലൈ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് ഓണാക്കാം. ഓണായി. മോണിറ്റർ തെളിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇത് ഓട്ടോ ചെക്കിങ് നടത്തിയാണ്. നമുക്ക് ലാംഗ്വേജ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ്, കൺഫേം, UK. ഇതിനകത്ത് കാർട്രിഡ്ജ് ഇടാനുള്ള സിമ്പിളാണ് ഇപ്പം മോണിറ്ററെ കാണിക്കുന്നത്. നമുക്കിതാണ് കാർട്രിഡ്ജ് ഇടാനുള്ള ഏരിയ. നമുക്ക് അതിൻ്റെ അകത്തോട്ട് കാർട്രിഡ്ജ് ഒന്ന് ഇടാം. നമ്മൾ ബ്ലാക്കിൻ്റെ കളർ ഇങ്ക് എടുത്തു. ഇതിൻ്റെ മുകളിലത്തെ ലേബൽ നമുക്കൊന്ന് പൊളിച്ച് കളയാം. ഇതുപോലെ നമുക്ക് അകത്തോട്ടൊന്ന് കയറ്റി വെക്കാം. നമുക്കിതിങ്ങനെ ആദ്യത്തെ ഇതിനകത്തൊരു ബ്ലാക്കാണ് ഉണ്ട്. നമുക്കിങ്ങനെ വെച്ചിട്ട് തള്ളി അങ്ങ് വെക്കാം. ഇപ്പം ബ്ലാക്ക് സെറ്റായി. ഇനി നമുക്ക് ട്രൈ കളർ ഒന്നുകൂടെ കയറ്റി വെക്കാം. നമുക്ക് ട്രൈ കളർ കൂടെ കയറ്റി വെക്കാം. ഇപ്പോൾ രണ്ടും കയറ്റി വെച്ചു. ഇനി നമുക്ക് ഇതൊന്ന് അടയ്ക്കാം. നമ്മൾ അടച്ചു. പ്രിൻ്റർ തന്നെ ചെക്ക് ചെയ്യാണ്. സ്ക്രീനിൽ എഴുതി കാണിച്ചു, ഇൻസ്റ്റൻറ്റ് ഇങ്ക് റെഡി, താങ്ക് ഫോർ യുവർ ഇൻസ്റ്റോളിങ് HP ഇങ്ക് റെഡി കാർട്രിഡ്ജ്. ഓക്കെ അടിക്കുക. നമ്മൾ ഓക്കെ അടിച്ചു. നമ്മൾ താഴത്തെ പേപ്പർ വെക്കുന്ന ട്രേ തുറന്നു. നമ്മളൊരു A4 സൈസ് പേപ്പർ ഇതൊന്ന് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സിമം അകത്തേക്ക് തള്ളി വെച്ചു. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിലുള്ള ഇതൊന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എത്രയാണ് പേപ്പറിന് ഇപ്പോൾ രണ്ട് സൈഡിലെ ചെറിയ
ബ്രാക്കറ്റ് ഉണ്ട്. നമ്മൾ പേപ്പർ എത്രയാണോ സൈസ് അനുസരിച്ച് ചെറുതായിട്ടൊന്ന് തള്ളി വെച്ച് കൊടുത്തു. നമ്മൾ പേപ്പറിൻ്റെ ട്രേ തള്ളി വെച്ചു. മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് അത് കാലിബ്രേറ്റ് ചെയ്യണം. ഒരു പ്രിൻ്റ് പുറത്തേക്ക് വരികയാണ്. പേപ്പർ വന്നു തുടങ്ങി. നമ്മുടെ കളർ പ്രിൻ്റ് പുറത്ത് വന്നു, നമുക്ക് കാണാൻ പറ്റും. മിഷൻ കാലിബ്രേറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി, കാർട്രിഡ്ജ് ആർ നൗ കാലിബ്രേറ്റഡ്. അപ്പം നമ്മുടെ ഇത് പ്രിൻ്റർ ഇപ്പം പ്രവർത്തിക്കാൻ ഓക്കെ ആയി. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് കളർ പ്രിൻ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു, കാണാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് HP സ്മാർട്ട് ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് ഇൻസ്റ്റാൾ എന്ന് കൊടുക്കാം. ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കാം. ഇത് ഓപ്പണായി വരികയാണ്. കണ്ടിന്യൂ. ഇതിൻ്റെ അകത്ത് സെറ്റപ്പ് എ ന്യൂ പ്രിൻ്റർ എന്ന ഓപ്ഷൻ വന്ന് നമുക്കത് ക്ലിക്ക് ചെയ്യാം. നമ്മൾ സാധാരണ കളർ പേപ്പർ ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേപ്പർ നോക്കി. ഇനി നമുക്കൊരു കളർ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ കളർ പേപ്പർ വെച്ചു. ഇതിൻ്റെ നടുക്കുള്ള ട്രേ അടച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ പേപ്പർ പുറത്തോട്ട് വരുന്ന ട്രേ വെക്കാം. നമ്മുടെ മൊബൈലിനകത്തെ ആപ്പ് നമ്മൾ തുറന്നു. നമ്മൾ പ്രിൻ്റ് ഫോട്ടോസ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു. അപ്പം നമ്മൾ മൈ ഫോട്ടോസിനകത്തെ ഫോട്ടോ നമ്മൾ എടുക്കുകയാണ്. ക്യാമറ ഫോട്ടോസിനകത്ത് നിന്ന് നമുക്ക് ഏതൊരു നല്ല ഫോട്ടോ സെലക്ട് ചെയ്യാം. നമ്മൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. നമുക്കിനി പ്രിൻ്റ് കൊടുക്കാം. പ്രോസസ്സിംഗ് ആയി. അതിൻ്റെ അതിന് മുമ്പുള്ള റെഡി ആയതിന് മുമ്പുള്ള ഒരു പ്രിവ്യൂ നമ്മളെ കാണിച്ച് കോപ്പീസ് 1 കളർ മോഡ് 1 നമ്മൾ പ്രിൻ്റ് കൊടുക്കുകയാണ്. പ്രിൻ്റ് റെഡി ആവുകയാണ്. നമ്മുടെ കളർ ഫോട്ടോ വന്ന് നമുക്ക് കാണാൻ പറ്റും. അതിമനോഹരമായിട്ട് നമ്മളെടുത്ത ഫോട്ടോ പ്രിൻ്റായിട്ട് വന്നു. നല്ല ക്ലാരിറ്റി ഉണ്ട്. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.